നമസ്കാരം. 2013 ജൂൺ 13 എൻ്റെ സ്വന്തം പെരിങ്ങാല എന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നീടുള്ള 6 വർഷങ്ങൾ ഗൾഫിലിരുന്നാണ് നാട്ടിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ എൻ്റെ സ്വന്തം പെരിങ്ങാലയിലൂടെ ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചത്. നീണ്ട 16 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 2018 ഞാൻ നാട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ സ്വന്തം പെരിങ്ങാല എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിന് നാട്ടിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. അതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് 2019 എൻ്റെ സ്വന്തം പെരിങ്ങാല എന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു പേജാക്കി മാറ്റി ഞാൻ മുന്നോട്ട് വരുന്നത്. ആ യാത്രയാണ് ഇന്ന് 6 വർഷങ്ങൾ പിന്നിട്ട് എൻ്റെ സ്വന്തം പെരിങ്ങാല അഥവാ ESP മീഡിയയായി ജനങ്ങളിൽ ഒരു നാടിൻ്റെ അടയാളമായി മാറിയിരിക്കുന്നത്. പെരിങ്ങാല എന്നൊരു നാടിന്റെ ചരിത്രത്തിലേക്ക് ഒരു പ്രവാസി ഹൃദയം കൊണ്ടിട്ട കയ്യൊപ്പാണ് ഇന്ന് എന്റെ സ്വന്തം പെരിങ്ങാല അഥവാ ESP മീഡിയ ആയി മാറിയിരിക്കുന്നത്. ഒരു നാടിന്റെ ആ നാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക കൂട്ടായ്മകളുടെ കലാകാരന്മാരുടെ പ്രവർത്തനങ്ങളെ, നിലപാടുകളെ നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ESP മീഡിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി കലാകാരന്മാരെ തേടിച്ചെന്ന് അവരുടെ സ്വപ്നങ്ങളിലേക്ക് പുതിയ വഴികൾ തുറന്നിടാൻ, അവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ ESP മീഡിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2019 ഓഗസ്റ്റിൽ തോമസ് ചാണ്ടി എന്ന പ്രാദേശിക കലാകാരൻ വരച്ച മമ്മൂട്ടിയുടെ ചിത്രം മറ്റുള്ളവരുടെ സഹായത്തോടെ സാക്ഷാൽ ഭരത് മമ്മൂട്ടിയുടെ അടുത്തെത്തിച്ച് ESP മീഡിയ സാക്ഷാത്കരിച്ചത് ആ കലാകാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അതുപോലെ തന്നെ ലോകം അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞ റോൾ സ്കേറ്റിംഗ് വേൾഡ് ഗിന്നസ് റെക്കോർഡ് ജേതാവ് അസ്നയുടെ വിസ്മയ നേട്ടങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചതും ESP മീഡിയയാണ്. അതുവഴി വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് കുതിച്ചു പായാനുള്ള പ്രചോദനം മാത്രമല്ല, ആത്മവിശ്വാസം കൂടിയാണ് അസ്നയ്ക്ക് ലഭിച്ചത്. ESP മീഡിയ പുറത്തു കൊണ്ടുവന്ന വ്യത്യസ്തത നിറഞ്ഞ കൃഷിരീതികളുമായി വേറിട്ട് നടക്കുന്ന കുടുംബങ്ങളുടെ വീഡിയോ പിന്നീട് നാടിന് മാത്രമല്ല ഒരുപാട് കുടുംബങ്ങൾക്കു കൂടി പ്രചോദനമായി മാറി. മറ്റ് മാധ്യമങ്ങൾ കൂടി ആ വാർത്തകൾ ഏറ്റെടുത്തതോടെ ആ കുടുംബങ്ങളെല്ലാം നാടിന്റെ അഭിമാനമായി മാറുകയാണുണ്ടായത്. ഒരു നാടിന്റെ സ്പന്ദനങ്ങളെ ജാതിമത രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ജനവിധിക്കൊപ്പം നിൽക്കുകയാണ് ESP മീഡിയ ഇതുവരെ ചെയ്തത്. പ്രാദേശിക സ്കൂളുകളെ, അവയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചത് ESP മീഡിയയുടെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഉദാഹരണമാണ്. ക്യാമ്പയിന്റെ ഭാഗമായി മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ കേരള എക്സൈസുമായി സഹകരിച്ച് കേരളത്തിലെ സ്കൂളുകളിൽ അവതരിപ്പിച്ച വാണിംഗ് ബെൽ എന്ന പ്രോഗ്രാം എറണാകുളം ജില്ലയിൽ കോർഡിനേറ്റ് ചെയ്തത് ESP മീഡിയ ആയിരുന്നു. നാട്ടിലെ വലിയൊരു ശതമാനം സ്കൂളുകളിലും ആ പ്രോഗ്രാം എത്തിക്കാൻ ESP മീഡിയയ്ക്ക് സാധിച്ചു. ഒരു മനുഷ്യന്റെ നിസ്സാരത അല്ലെങ്കിൽ നിസ്സഹായത അത് ലോകം മനസ്സിലാക്കുന്നത് കൊറോണ കാലത്താണ്. പക്ഷേ നമ്മൾ മലയാളികൾ 2018 പ്രളയകാലത്ത് തന്നെ അത് മനസ്സിലാക്കിയിരുന്നു. പ്രളയവും കൊറോണയും ആത്മവിശ്വാസം കെടുത്തിയ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് സത്യസന്ധമായ വാർത്തകളുമായി ഇറങ്ങിച്ചെല്ലാൻ ESP മീഡിയയ്ക്ക് കഴിഞ്ഞു. പ്രളയകാലം മുതൽ ഇങ്ങോട്ട് കുന്നത്തുനാട് പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നടത്തുന്ന സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെ അതേ ആവേശത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ESP മീഡിയ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഭയപ്പെടുത്തലല്ല, സത്യസന്ധമായി ഒപ്പം നടക്കലാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനമെന്ന വലിയ കാഴ്ചപ്പാടാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീപിടിച്ച സമയത്തുള്ള വാർത്തകളിലൂടെ ESP മീഡിയ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ശരിയുടെ പക്ഷത്ത് നിൽക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വലിയ വെല്ലുവിളിയാണ്. ആ നിമിഷം തന്നെ നമ്മൾ സാമൂഹ്യ വിരുദ്ധരുടെ നോട്ടപ്പുള്ളിയാകും. സാമൂഹ്യ വിരുദ്ധരുടെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറായി തന്നെയാണ് ലഹരി മാഫിയക്കെതിരെ അമ്പലമേട് പോലീസുമായി ESP മീഡിയ ക്യാമറയുമായി ഇറങ്ങിത്തിരിച്ചത്. അമ്പലമേട് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ ലഹരി വേട്ട നേരിട്ട് ഷൂട്ട് ചെയ്തത് ESP മീഡിയയുടെ നാൾവഴികളിലെ പുതിയൊരു അനുഭവമായിരുന്നു. മറ്റ് മാധ്യമങ്ങൾ അവഗണിച്ച ലഹരിവേട്ട അതിസാഹസികമായി വാർത്തയാക്കുമ്പോൾ
പുതുതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയ്ക്കെതിരെ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കുവാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ESP മീഡിയയ്ക്കുണ്ടായിരുന്നത്. ശരിയുടെ പക്ഷത്തു നിന്ന് ആ വാർത്തയ്ക്ക് 4 മില്യൺ കാഴ്ചക്കാരാണ് ഉണ്ടായത്. ESP മീഡിയയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു അത്. തുടർന്ന് നിരവധി സാമൂഹിക പ്രശ്നങ്ങളിൽ അമ്പലമേട് പോലീസുമായും കുന്നത്തുനാട് പോലീസുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ ESP മീഡിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. റേറ്റിംഗ് അടിസ്ഥാനത്തിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ കാലത്ത് എപ്പോഴും മനുഷ്യപക്ഷത്ത് നിൽക്കാനാണ് ESP മീഡിയ ശ്രമിച്ചിട്ടുള്ളത്. അവരുടെ സങ്കടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം ചേർന്ന് നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഗിന്നസ് പക്രു എന്ന കലാകാരനെ നേരിട്ട് കാണാൻ കൊതിച്ച ഗ്ലോറിയ എന്ന പെൺകുട്ടി അസാധ്യമെന്ന് മനസ്സിൽ വിധിയെഴുതിയ സ്വപ്നത്തെ ESP മീഡിയ യാഥാർത്ഥ്യമാക്കുമ്പോൾ വിജയിക്കുന്നത് മാനുഷിക മൂല്യങ്ങൾ കൂടിയാണ്. നിങ്ങളിത് കാണുക എന്ന് അലറി പറഞ്ഞ് ഫുട്ബോളിന്റെ മാന്ത്രിക നിമിഷങ്ങളെ ആവേശത്തിന്റെ കൊടിമുടി കയറ്റുന്ന ഷൈജു ദാമോദരനെ നേരിട്ട് കണ്ടപ്പോൾ നടക്കാൻ പോലും കഴിയാത്ത ജീവൻ എന്ന ബാലൻ അനുഭവിച്ച സന്തോഷവും ആ മാനുഷിക മൂല്യങ്ങളുടെ തുടർച്ചയായിരുന്നു. ആരെങ്കിലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛനെ അമ്മേനേക്കാളും കൂടുതൽ പുള്ളീനെയാ. എന്താ ഏറ്റവും വലിയ ആഗ്രഹം? ഷൈജു ചേട്ടനെ കാണുന്നാ. നടക്കില്ലെന്ന് വിചാരിച്ച സ്വപ്നം ഒറ്റ നിമിഷം കൊണ്ട് കൺമുന്നിൽ തെളിഞ്ഞപ്പോൾ ആ കുഞ്ഞു കണ്ണുകളിൽ നിറഞ്ഞത് സന്തോഷത്തിന്റെ നനവായിരുന്നു. ചുറ്റുമുള്ളവരുടെ പോലും കണ്ണുകൾ നിറച്ച ലോകത്തിലെ ഏത് ഗാലറിയെയും നിശബ്ദമാക്കുന്ന ആ സന്തോഷം, അതാണ് ESP മീഡിയ ഹൃദയത്തോട് ചേർക്കുന്നത്. ദേശത്തിന്റെ അതിരുകളില്ലാതെ സുതാര്യമായ നിലപാടുകളോടുകൂടി നിഷ്പക്ഷമായി മുന്നോട്ട് പോകാനാണ് ESP മീഡിയ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം, നിങ്ങളുടെ ചിന്തകൾക്കൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടെ എക്കാലവും ഞങ്ങളുണ്ടാകും. നന്ദി.